ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി റെസിപ്പി എങ്ങനെ നോക്കാം. ഇതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കാനായിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിലേക്കുള്ള റൈസ് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല നീളത്തിലുള്ളതും വൈറ്റ് കളറുമായ റൈസ് വേണം എടുക്കാനായിട്ട്. ചില റൈസ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റൈസ് ഏത് തരത്തിലുള്ളതാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അരികൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. റൈസ് ഒരു 90% കുക്കാവുന്ന സമയത്ത് ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. സ്ട്രെയിനറിൽ നിന്ന് വെള്ളമെല്ലാം പോയ ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി കുറച്ച് വലിയൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചൂടായ ഓയിലിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എഗ്ഗ് ഈ ഒരു കളറാവുന്ന സമയത്ത് പാനിൽ നിന്നും മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടാവുന്ന സമയത്ത് 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് വന്ന ശേഷം ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ സെലറിയുടെ തണ്ട് 1 ടേബിൾ സ്പൂണും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതും കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കാബേജ് 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കളർ നഷ്ടപ്പെടാതെ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒരു 50 to 60% വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് എല്ലാം കളഞ്ഞിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂൺ വിനെഗറും 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് ഒന്നും പൊട്ടിപ്പോവാതെ നല്ല കെയർഫുള്ളായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ടേസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സോയാ സോസിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതൊരു ടീസ്പൂണും, പുളി കുറവാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ വിനെഗറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇതിലേക്ക് വേണ്ട റൈസ് നിങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൊട്ടിപ്പോവാത്ത റൈസ് കിട്ടും കേട്ടോ. ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്